വികസനത്തിന്റെ വിജയവീഥിയിൽ 4 വർഷം പൂർത്തിയാക്കുകയാണ് LDF സർക്കാർ. നാളെ മുതൽ ഒരു മാസം നീളുന്ന വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് തുടങ്ങുന്ന ഈ ആഘോഷ പരിപാടികൾ വിവിധ ജില്ലകളിലൂടെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കൃത്യമായ ഒരു പരിപ്രേക്ഷ്യം തന്നെയായിരിക്കും പൊതുജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുക. സമാനതകളില്ലാത്ത വികസന കുതിപ്പിന്റെ നേർചിത്രമായാണ് ഇന്ന് കേരളം രാജ്യത്തിന്റെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത്. ഈ വികസന വിപ്ലവത്തിലെ നാഴികക്കല്ലായി കാണേണ്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ മുഖഛായ മാറ്റുന്ന വിഴിഞ്ഞം തുറമുഖം. 2023 ഒക്ടോബറിൽ ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളുമായി ഷെൻഹുവ കപ്പൽ തീരത്ത് നങ്കൂരമിട്ടതോടെ വിഴിഞ്ഞം ലോകത്തിന്റെ വാണിജ്യ ചക്രവാളങ്ങളിലേക്ക് വിഴി തുറക്കുകയായിരുന്നു. വിഴിഞ്ഞത്തിന്റെ തീരം തേടിയെത്തിയത് ഇതുവരെ 263 കപ്പലുകളാണ്. 2028ഓടെ തുറമുഖം സമ്പൂർണ്ണ പ്രവർത്തനം എന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കും. 2034 മുതൽ വരുമാനത്തിന്റെ വിഹിതവും സംസ്ഥാന സർക്കാരിന് നേടാനാകുന്നതോടെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകും. മെയ് 2-ന് വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ അതിനു പിന്നിൽ ഒരു ചാലക ശക്തിയുണ്ട്. കൃത്യമായ ദിശാബോധമുള്ള ഒരു സർക്കാരിന്റെ ദീർഘവീക്ഷണം തന്നെയാണ് ഈ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും സാധ്യമാക്കിയത്. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതും എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നതുമായ സംരംഭകത്വ സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്ന് വ്യവസായ മേഖലയ്ക്ക് നൽകിയ വാഗ്ദാനവും സർക്കാരിന് പാലിക്കാനായി. നഷ്ടത്തിലായ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ പോലും ഏറ്റെടുത്ത് സർക്കാർ ചരിത്രം സൃഷ്ടിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ കേരളം മുന്നിലേക്ക് കുതിച്ചെത്തിയതൊക്കെ അതിന്റെ ബാക്കി പത്രമായിരുന്നു. കേരളത്തിന്റെ അഭിമാനമായ കെൽട്രോൺ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മികച്ച പ്രവർത്തന ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലയളവ് കൂടിയാണ് കടന്നുപോകുന്നത്. സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കാൻ കഴിഞ്ഞു എന്നതാണ് സർക്കാരിന് കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം. ഇനി വരാനിരിക്കുന്നത് ത്വരിത വികസനത്തിന്റെ നാളുകളാണ്. കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ 10 കോടിയുടെ നിക്ഷേപവും 1 ലക്ഷത്തിലധികം തൊഴിൽ പ്രത്യക്ഷമായും 2 ലക്ഷത്തോളം തൊഴിൽ പരോക്ഷമായും ലഭിക്കും. കൊച്ചിയിൽ നടന്ന നിക്ഷേപക സംഗമം എടുത്തു പറയേണ്ട ഒന്നാണ്. വ്യവസായത്തിനും സംരംഭകത്വത്തിനും സർക്കാർ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു അത്. സംരംഭകരുടെ പരാതികൾ പരിഹരിക്കുന്നതിന് ഇന്ത്യയിൽ ആദ്യമായി സിവിൽ കോടതി അധികാരത്തോടെ സ്റ്റാറ്റ്യൂട്ടറി സമിതി രൂപീകരിക്കപ്പെടുകയുണ്ടായി. പരാതി പരിഹരിക്കലിനായി ഓൺലൈൻ പോർട്ടലിനും രൂപം നൽകി. വൻകിട വ്യവസായങ്ങൾ പോലെ തന്നെയാണ് കേരളത്തിന് സാധ്യതയുള്ള മറ്റൊരു മേഖലയായി MSMEയെയും അടയാളപ്പെടുത്തുന്നത്. ഈ മേഖലയിൽ ചരിത്ര നേട്ടം ലക്ഷ്യമിട്ടാണ് സംരംഭക വർഷം പദ്ധതിക്ക് സർക്കാർ രൂപം നൽകിയത്. ഈ പദ്ധതിയിലൂടെ 43,41,636 സംരംഭങ്ങൾ ആരംഭിക്കാനായി. ഏതാണ്ട് 21,920.88 കോടി രൂപയുടെ നിക്ഷേപവും 7,24,590 തൊഴിലുകളും സൃഷ്ടിക്കപ്പെട്ടു. പദ്ധതിയുടെ ഭാഗമായി ഇന്ന് കേരളത്തിലുള്ളത് 1 ലക്ഷത്തിലേറെ വനിതാ സംരംഭകരാണ്.